ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അപ്പത്തിൻ്റെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 4 വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെ ആ പച്ച മണണ്ടല്ലോ, അത് പോകുന്നത് വരെ മാത്രം മതി കേട്ടോ. ചെറിയൊരു സവാള അരിഞ്ഞു, ചെറിയൊരു തക്കാളി അരിഞ്ഞത്, കുറച്ച് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിരുന്നു. അത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ അരിഞ്ഞത്, ബീൻസ് അരിഞ്ഞത്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് പട്ടാണി വേവിച്ച് വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പച്ച പട്ടാണി ചേർക്കാം കേട്ടോ. അങ്ങനെയെങ്കിലും വേവിക്കേണ്ട ആവശ്യമില്ല, ഇതിലേക്ക് നേരിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ പട്ടാണി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇടുമ്പോൾ ചിലപ്പോൾ അത് വെന്ത് കിട്ടില്ല. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാം. അടച്ച് വെച്ച് വേവിക്കും. ഒരു മുറി നാളികേരം ചിരകി വെച്ചിരുന്നു, അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ എന്തായി തുറന്ന് നോക്കാം. പിന്നെ പാകത്തിന് വെന്താണ് ഇരിക്കുന്നത്, ഇത് മതിയാവും. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിരുന്നു കേട്ടോ. അത് വെള്ളമാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കോളൂ. ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. മല്ലിയില കൂടി ചേർക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.